എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്കുകൊണ്ടുള്ള ഉപ്പുമാവാണ്. ഉപ്പുമാവിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇത് തലേദിവസം കുതിർത്തി വെച്ച ഗോതമ്പ്, പിന്നെ ഒരു നാളികേരം, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്. നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് സ്റ്റീം ചെയ്യണം, ഒന്ന് വേവിക്കണം ആവിയുമ്മ. അപ്പോൾ അത് ഇതിൽ വെക്കണം. അതായത് ഇലക്കഷ്ണം വെച്ചില്ല, എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കൊള്ളിക്കണം, ഒന്ന് വേവാനാണ്. ഗോതമ്പ് നമ്മൾ സ്റ്റീമുള്ള വെച്ചിട്ടുണ്ടായിരുന്നത് അത് വെന്തു. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് ഇതുണ്ടാക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉരുളി ചൂടായി. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ഉരുളി നന്നായി ചൂടായിട്ട് കിടക്കുന്നത്. ഇനി ഇത് കടുകിടുക. കടുക് പൊട്ടട്ടിന് നമ്മളത് ഹോസ്പിറ്റലിൽ നിന്ന് 7-ാം തീയതി വന്നെടുക്കണം. അവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഉപ്പുമാവ് കടുക് പൊട്ടി. ഇനി അതിൽ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇടും. ഇതൊന്ന് ഇട്ടിട്ട് വാർത്തുക. ക്യാരറ്റ് ഒന്ന് വേവണം, അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് വാർത്തുക. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് മൂക്കണത്. നന്നായി മൂക്കണ്ട, എന്നാലും ഇതാവണം. പിന്നെ ഇത്തിരി വലുതാക്കിയിട്ട് അരിഞ്ഞോണത്. സ്റ്റീം വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് നുറുക്ക് ഇടണം. ക്യാരറ്റൊക്കെ ഒരു പകുതി വേവായുണ്ട്, അപ്പം ഇനി ഇത് ഇടുക. ഇതിന് കട്ട കെട്ടാണ്ടൊന്ന് ഉലർത്തി എടുക്കണത്. ഇനി ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പിൻ്റെ വെള്ളം കളിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല വെള്ളമാണ് സ്റ്റീം വിളിച്ച് വെച്ചിട്ടുണ്ടാകുന്നത്. ഇതൊന്ന് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഉപ്പുമാവിൽ ഒഴിക്കാൻ പോവാം. ഒഴിക്കട്ടെ. കൊലർന്ന് കണ്ട കട്ട പിടിച്ചിട്ടായിരുന്നൊക്കെ കുറേ കൊലർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തിളച്ച വെള്ളമില്ലേ, സ്റ്റീം ഒഴിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ പിന്നെ ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് നാളികേരം ചേർത്തിട്ട് ഇറക്കാം. ഒരു നാളികേരം ചെറിയതുണ്ടോ? ഒരു ഫുള്ള് നാളികേരം. കറിവേപ്പില ലാസ്റ്റാണ് ഇടുന്നത്, കുറച്ചല്ലോ. ഉപ്പുമാവ് റെഡി ആയി, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റ് ചെയ്യുന്നത് പ്രകൃതിജീവനത്തിന്റെ പ്രവർത്തനമായ കണ്ണൻചേട്ടനും പിന്നെ ബെന്നിച്ചേട്ടനും കൂടിയാണ്. ബെന്നിച്ചേട്ടൻ്റെ അച്ഛൻ നമ്മുടെ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് ആണ്. കൂടാതെ ബെന്നിച്ചേട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ദൈവത്തെ പാകമായിട്ട് തോന്നുന്നു. എല്ലാം പാകമാണ്.